ലേവ്യ പുസ്തകം 5-ാം അധ്യായം. ഒരുത്തൻ സത്യവചനം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്റെ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിന്റെ പിണ്ടമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിന്റെ പിണ്ടമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണ്ടമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അത് അവനു മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനും ആകുന്നു. അല്ലെങ്കിൽ യാതൊരു ഇല്ലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യന്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവനു മറവായിരിക്കുകയും ചെയ്താൽ അതറിയുമ്പോൾ അവൻ കുറ്റക്കാരനും. അല്ലെങ്കിൽ മനുഷ്യൻ നിറവിചാരമായ സത്യം ചെയ്യുന്നതുപോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തന്റെ അധരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും. ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തതു എന്ന് അവൻ ഏറ്റുപറയണം. താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് അകൃത്യമായി ചെമ്മരിയാടിൻ കുട്ടിയോ കോലാട്ടിൻ കുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. പുരോഹിതൻ അവനു വേണ്ടി അവന്റെ പാപം നിമിത്തം പ്രയശ്ചിത്തം കഴിക്കണം. ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്കു കൊണ്ടുവരണം. അവൻ അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ പാപയാഗത്തിനു ഉള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിന്റെ തല കഴുത്തിൽ നിന്നു പിരിച്ചു പറിക്കണം. എന്നാൽ 2ആയി പിളർക്കരുത്. അവൻ പാപയാഗത്തിന്റെ രക്തം കുറെ യാഗപീഠത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 2 കുറുപ്രാവിനോ 2 പ്രാവിൻ കുഞ്ഞിനോ അവനു വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അതു പാപയാഗം ആകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കം ഇടുകയും അരുത്. അവൻ അതു പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതന്റെ നിവേദ്യമായി അതിൽ നിന്നു കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെ പോലെ ദഹിപ്പിക്കണം. ഇതു പാപയാഗം. ഇങ്ങനെ പുരോഹിതന്റെ ആ വക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവനു വേണ്ടി പശ്ചാത്തലം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതന് ഉള്ളതായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചു എങ്കിൽ അവൻ തന്റെ
വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിയമിക്കുന്ന വിലക്കുള്ളതായി ഉന്നമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യമായി യഹോവയ്ക്കു കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ചു താൻ പിഴച്ചതിനു പകരം മുതലും അതിനോട് അഞ്ചിലൊന്നു കൂട്ടിയും അവൻ പുരോഹിതനു കൊടുക്കണം. പുരോഹിതൻ അകൃത്യത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ടു അവനു വേണ്ടി പശ്ചാത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തന്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യത്തിനായി നിന്റെ മതിപ്പു പോലെ ഉന്നമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനു വേണ്ടി പശ്ചാത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇത് അകൃത്യം അവൻ യഹോവയോട് അകൃത്യാഗം അവൻ യഹോവയോട് അകൃത്യാഗം ചെയ്തുവല്ലോ. ദേവീശ്വരന് വാർക്കുമോ?